ഓ, ഇപ്പൊ മനസ്സിലായി. നന്ദൻ സാർ സ്നേഹിച്ചിരുന്ന കുട്ടിയുടെ അച്ഛൻ ഈ അമ്മാവനായിരുന്നല്ലേ? തന്റെ കാര്യം അറിഞ്ഞപ്പോ അമ്മാവൻ മകളെ കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. അതല്ലേ സംഭവിച്ചത്? അതെ. അത് അപ്പൂനെങ്ങനെ? ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഊഹിച്ചെടുക്കാൻ അധികം തലപുണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നമ്മളെ പോലൊരാൾ ഒരു ഫാമിലിയിൽ ഉണ്ടായാ പിന്നെ എത്ര അടുത്ത ബന്ധുക്കൾക്കും അയിത്തം കൽപ്പിക്കാൻ മടിയൊന്നും ഉണ്ടാവില്ല. അതെ. എന്നിട്ട് ആ സ്ത്രീ വേറെ കല്യാണം കഴിച്ചോ? പാവം നിളച്ചേച്ചി പിടിച്ചു നിൽക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ വേറൊരാൾക്ക് കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടി വന്നു. അതുവരെ കഥയൊക്കെ. പക്ഷെ അതിന്റെ നിരാശയിൽ നന്ദൻ സാറിനെ പോലെ യങ് ആൻഡ് ഹാൻസമായ ഒരാൾ ഇങ്ങനെ ദേവദാസ് കളിച്ചടക്കേണ്ട കാര്യം വല്ലതുണ്ടോ? ലൈനൊന്ന് മാറ്റി പിടിക്കാൻ തന്റെ ചേട്ടന് ഇനിയും സമയമുണ്ട്. പക്ഷെ ചേട്ടൻ അതിന് ശ്രമിക്കില്ല. താൻ വിചാരിച്ച നന്ദൻ സാറിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റില്ലേ? ഞാൻ കുറെ വിചാരിച്ചതാ, പക്ഷെ ചേട്ടൻ വഴങ്ങില്ല. എങ്കി ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? എങ്ങനെ? എങ്ങനെ, എപ്പോ എന്നൊന്നും ചോദിക്കരുത്. പറ്റിയൊരവസരം ഒത്തു വന്നാ ഞാൻ സാറിന്റെ മുമ്പിൽ ഈ ടോപ്പിക് എടുത്തിടും. അയ്യോ, പേടിക്കണ്ട. താൻ പറഞ്ഞിട്ടല്ല ഞാൻ ഇതൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞോളാം. ചേട്ടനറിയാം ഞാനാ പറഞ്ഞിട്ടുണ്ടാവാന്ന്. വെരി ഗുഡ്. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. അപ്പു, ചോദിക്കണ്ട, ചേട്ടന് സങ്കടമാവും. ശരി, ചോദിക്കുന്നില്ല. പോരാ. പെട്ടെന്ന് താൻ പോവാന്ന് പറഞ്ഞപ്പോ ഒരു വിഷമം. സാരല്ല, അമ്മയ്ക്ക് വേണ്ടിയല്ല. പോയി കർമ്മങ്ങൾ ചെയ്യാം. നമ്മളെ അനുഗ്രഹിക്കണമെന്ന് അമ്മയുടെ ആത്മാവിനോട് പ്രാർത്ഥിക്കാം. സർ എവിടെ പോകുന്നു? ബാത്റൂം പോണം. ബി പി എന്തു പറ്റി? എന്താ ക്ലാസ്സിൽ നിന്ന് പോന്നേ? പോയേ. ബി പി ആരെയാ നോക്കുന്നേ? അവരെവിടെ? ക്ലാസ്സിന് കണ്ടില്ലല്ലോ. ആരുടെ കാര്യ ബി പി ചോദിക്കുന്നത്? അവര് ആ സ്ത്രീയില്ലേ, രേണുക, അവരൊന്ന് ക്ലാസ്സിന് കണ്ടില്ല. എന്ത് പറ്റിയെന്നറിയില്ല. അതിന് ബി പിക്ക് എന്താ? അവർക്ക് ചിലപ്പോ ഇന്ന് വരാൻ തോന്നിയിട്ടുണ്ടാവില്ല. അവരങ്ങനെ ക്ലാസ് മുടക്കുന്ന പതിവില്ലല്ലോ. അത് ബി പിക്ക് എങ്ങനെ അറിയാം? എന്നാലും അതെന്തുകൊണ്ടാണ് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടത്? എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് എന്താ പറ്റിയെന്ന് അന്വേഷിക്കാൻ ഇവിടെ ഡോക്ടറുണ്ട്. ആ കാര്യമൊക്കെ അവരന്വേഷിച്ചോളൂ. അതല്ല ഗീത, അവരുടെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവരിന്ന് ക്ലാസ്സിന് വരായിരുന്നു. അതെനിക്ക് ഉറപ്പാണ്. അവരുടെ മനസ്സിൽ എന്താണെങ്കിലും അതൊന്നും വി പിയെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. വന്നേ, വല്ലവരുടെ കാര്യം അന്വേഷിച്ച് വി പിയുടെ ക്ലാസ് മുടക്കുന്ന എന്തിനാ? വാ ഗീത, ഞാനൊന്ന് പറയട്ടെ. രേണുക എന്തുകൊണ്ടാണ് യോഗ ക്ലാസ്സിൽ വരാത്തതെന്ന് നമുക്ക് പോയി ഒന്ന് അന്വേഷിച്ചു വന്നിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. എന്താ? വി പി, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനല്ലേ, അല്ലാതെ വല്ലവരുടെ പ്രശ്നം അറിയാനും അത് പരിഹരിക്കാനും ഒന്നല്ലല്ലോ. വാ, വന്ന് ക്ലാസ് മിസ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യാൻ നോക്ക്. വാ. ഇവിടെ തന്നെ എങ്ങനെ പറ്റുന്നു ഗീത തനിക്ക് ഇത്ര സെൽഫിഷ് ആവാൻ? രേണുകയും നമ്മളിലൊരാളല്ലേ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെന്താണെന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? അതൊക്കെ അല്ലേ മനുഷ്യത്വം. അല്ലാതെ ആർക്കെന്ത് സംഭവിച്ചാലും സ്വന്തം കാര്യം മാത്രം നോക്കി അതൊന്നും ശരിയായ ഏർപ്പാടല്ല ഗീത. താൻ ഇന്നലെ അവരെന്റെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തില്ലേ? അവർക്കത് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാവും അവരിന്ന് ക്ലാസ്സിൽ വരാതിരുന്നത്. ആ പാവത്തിനോട് പോയി ഒരു സോറി പറയാൻ തോന്നിയില്ല തനിക്കിതുവരെ? കഷ്ടമുണ്ട്. യോഗ ചെയ്യാം, ചെയ്താ മാത്രം.
എന്താണ് മാഡത്തിന് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം? ആതിരയെക്കുറിച്ച് പണിക്കർ സാറ് വീണ്ടും എന്തെങ്കിലും മെൻഷൻ ചെയ്തോ? അങ്ങനെ ഡയറക്റ്റായിട്ടൊന്നും സൂചിപ്പിച്ചില്ലെങ്കിലും ആതിരയെ കാണണമെന്നുള്ള ആഗ്രഹം വിപിയുടെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു ഡോക്ടർ. അതെന്താ അങ്ങനെ തോന്നാൻ? പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായോ? ആതിരയുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് വിപി ചോദിക്കുന്നുണ്ടായിരുന്നു. വെറുതെ ഒന്ന് അന്വേഷിച്ചോന്നല്ലാതെ ആതിരയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ അതിന് അത്രമാത്രം ഗൗരവം നമ്മൾ കൊടുത്താൽ മതി. നമ്മളായിട്ട് അങ്ങോട്ട് ആതിരയുടെ കാര്യം ഇൻസിസ്റ്റ് ചെയ്യണ്ടെന്നർത്ഥം. ചോദിക്കുന്നത് കൊണ്ട് മാഡത്തിന് വിഷമം തോന്നരുത്. ആതിര ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പണിക്കരേക്കാൾ നിർബന്ധം മാഡത്തിനുള്ള പോലെ തോന്നുന്നല്ലോ. ആമേ റൈറ്റ്? എന്റെ ഊഹം ശരിയല്ലേ മാഡം? വിപിയുടെ കാര്യത്തിൽ ഞാൻ കുറച്ച് ടെൻഷനിലാണ് ഡോക്ടർ. സോറി, എന്താണ് മാഡത്തിന്റെ കൺഫ്യൂഷൻ? വി പിയുടെ കാര്യത്തിലോ അതോ രേണുകയുടെ കാര്യത്തിലോ? ഞാൻ ഊഹിച്ചു. രണ്ടാമത് പറഞ്ഞ ആളുടെ കാര്യത്തിലാവും മാഡത്തിന് കൂടുതൽ ടെൻഷനും കൺഫ്യൂഷനും അല്ലേ? ഡോക്ടർ പറഞ്ഞത് ശരിയാ. ആ സ്ത്രീ വിപിയുടെ കാര്യത്തിൽ കാണിക്കുന്ന അമിതമായ താല്പര്യത്തിൽ ഞാൻ അല്പം വറീഡാണ് ഡോക്ടർ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ചോദിക്കാൻ മാത്രം ഒരു സ്റ്റുപ്പിഡാണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ? സ്വന്തം ഭർത്താവ് അയാളിനി ഏത് മാനസികാവസ്ഥയിലായാലും മറ്റൊരു സ്ത്രീയോട് അയാൾക്ക്, അല്ലെങ്കിൽ അയാളോട് വേറൊരു സ്ത്രീക്ക് സാധാരണയിൽ കവിഞ്ഞൊരു താല്പര്യം തോന്നിയാൽ അത് ഏത് ഭാര്യമാരെയും വറീഡാക്കുമെന്ന് മനസ്സിലാക്കാൻ വലിയ ഡിഗ്രിയൊന്നും വേണമെന്നില്ലല്ലോ. യെസ്, അപ്പൊ അതാണ് മാഡത്തിന്റെ പ്രശ്നം. ആ സ്ത്രീയെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല ഡോക്ടർ. അവർ വിപിയോട് കാണിക്കുന്ന അടുപ്പത്തിന് അതേ അളവിൽ, അതിൽ കൂടുതലായോ വിപി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ ആ സ്ത്രീയെ യോഗ ടൈമിൽ കാണാത്തതുകൊണ്ട് വിപി എന്നോട് കയർത്ത് സംസാരിച്ചു. ഞാൻ കാരണമാണ് അവർ യോഗയ്ക്ക് വരാത്തതെന്ന്. കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഞാൻ വിപിയിൽ മറ്റൊരു അപകടം കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. മാഡം, നിങ്ങളുടെ ആശങ്ക എനിക്ക് അതിൻ്റെതായ ഗൗരവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പണിക്കരും ആ സ്ത്രീയും തമ്മിൽ വളരെ ഹെൽത്തിയായ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുത്ത് വരുന്നത് ഞാനും ശ്രദ്ധിച്ചിരുന്നു. ഇൻ എ സെൻസ് ഒരു പരിധിവരെ ഞാനും ആ സൗഹൃദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അതിന് എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറയാതെ തന്നെ അതിൻ്റെ നല്ല വശങ്ങൾ മാഡം മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു. സോറി ഡോക്ടർ. വിപിയും ആ സ്ത്രീയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ എന്ത് കാരണം കൊണ്ടാണ് ഡോക്ടർ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഉദ്ദേശശുദ്ധിയെയും ഞാൻ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ അവസ്ഥയും കൂടി ഡോക്ടർ ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ മകൾ, ഭർത്താവ് എന്ന സുരക്ഷിതത്വം, അങ്ങനെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും കൈവിട്ടു പോയൊരവസ്ഥയിലാണ് ഞാൻ. ഒരു നൂൽപ്പാലത്തിൽ നിന്നുകൊണ്ടാ ഞാൻ എൻ്റെയും വിപിയുടെയും ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ ഓർക്കാപ്പുറത്ത് മറ്റൊരു അടി കൂടി താങ്ങാനുള്ള ത്രാണിയില്ല എനിക്ക്. യെസ് ഐ നോ. പക്ഷെ മാഡം, സ്വന്തം മനസ്സിൽ നിന്ന് വഴുതി മാറി അജ്ഞാതമായ ഒരിടത്ത് എത്തി നിൽക്കുന്ന രണ്ട് അപരിചിതരാണ് ഇപ്പൊ പണിക്കർ സാറും രേണുകയും. ഉദാഹരണത്തിന്, ഒരു നഗരത്തിലെത്തിയ വ്യത്യസ്തരായ രണ്ട് വ്യക്തികൾ, രണ്ടുപേർക്കും മറ്റ് കമ്മിറ്റ്മെന്റ്സ് ഉള്ളവർ. അവർ ആ നഗരത്തിലെ ഒരു ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി നോക്കുക. അവർ രണ്ടുപേരും മണിക്കൂറുകളോളം ആ ലിഫ്റ്റിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ അവരുടെ ഏകാന്തതയും അപരിചിതത്വവും അരക്ഷിതാവസ്ഥയും മാറ്റാൻ അവർ തമ്മിൽ സൗഹൃദത്തിലാവും. വീട്ടുകാര്യങ്ങളും മറ്റിഷ്ടാനിഷ്ടങ്ങളും ഷെയർ ചെയ്യുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാവുമ്പോൾ അവർ ഇറങ്ങേണ്ട ഫ്ലോറിലിറങ്ങി അവരവരുടെ കമ്മിറ്റ്മെന്റ്സിലേക്ക് തിരിച്ചു പോകുന്നു. സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയവർ പിന്നീട് ഒരിക്കലും ലിഫ്റ്റിലെ സൗഹൃദത്തെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാറില്ല. എവിടെ വെച്ചോ പരിചയപ്പെട്ട ഒരു നല്ല സുഹൃത്തായി ഓർമ്മയിൽ കുറച്ചുനാൾ തങ്ങി നിന്ന് ആ മുഖം മെല്ലെ മാഞ്ഞുപോകും. നോക്കൂ,
ഇപ്പൊ ആ ലിഫ്റ്റിൽ കുടുങ്ങി നിൽക്കുന്നത് രേണുകയും പണിക്കർ സാറുമാണ്. ലിഫ്റ്റ് ശരിയാവാനുള്ള സമയം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സൗഹൃദത്തിലൂടെ അവരുടെ മനസ്സിനെ തിരിച്ചു പിടിക്കാനുള്ള സമയമാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഉറപ്പായും സ്വന്തം കമ്മിറ്റ്മെന്റുകളെ കുറിച്ച് ബോധേഡായി തുടങ്ങും. അതുവഴി അവരവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കും. ഇതൊക്കെ ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ അനുഭവങ്ങളാണ്. ഞാൻ വിചാരിക്കുന്നതാണ് അവരുടെ സൗഹൃദത്തിൽ സംഭവിക്കാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ ഗുണം മാഡത്തിനും ബിപിക്കും മാത്രമാവില്ല, സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങുന്ന രേണുവയ്ക്ക് കൂടിയായിരിക്കും. പക്ഷെ അത് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടതും സഹകരിക്കേണ്ടതും മാഡം. ഇനി നന്നായി ആലോചിച്ച് എന്ത് വേണമെന്ന് തീരുമാനമെടുക്കും. എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ? വിളിച്ചിട്ട് ഗീത ഫോൺ എടുക്കുന്നില്ലല്ലോ. നേരത്തെ അപ്പു വിളിച്ചിട്ടും ആന്റിയെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. എന്തു പറ്റി ആന്റി? ഞാൻ വിളിച്ചിട്ടും ഗീത ഫോൺ എടുക്കുന്നില്ല. അപ്പു എന്തായിരിക്കും? ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവോ? ഏയ്, അതുകൊണ്ടാവില്ല ആന്റി. ഇൻമേറ്റ്സിന് പകൽ അവിടെ പല ആക്ടിവിറ്റീസും ഉണ്ട്. ബൈസ്റ്റാൻഡേഴ്സിനും വേണമെങ്കിൽ ആ സമയത്ത് ഒപ്പം നിൽക്കാം. പക്ഷെ ആ സമയത്ത് അവിടെ ആർക്കും ഫോൺ അലൗഡല്ല. അമ്മ വിപിക്കൊപ്പം ആവും. അതായിരിക്കും ചിലപ്പോൾ ഫോൺ എടുക്കാത്ത. ഫ്രീ ആകുമ്പോൾ അമ്മ തിരിച്ചു വിളിച്ചോളും. എനിക്ക് വിജയെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. പക്ഷേ വിസിറ്റേഴ്സിന് പെർമിഷൻ ഇല്ലെന്ന് തോന്നുന്നു, അല്ലേ അപ്പു? സ്പെഷ്യൽ പെർമിഷൻ എടുത്താൽ കാണാൻ തോന്നുന്നു. അതിരെ അങ്ങനെ കാണിക്കാന്നാ അമ്മ പറഞ്ഞ. എന്നാ ആന്റി കൂടി ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. അത് വേണ്ട മോളെ. നാളെ നിങ്ങൾ രണ്ടുപേരും കൂടി പോയാൽ മതി. എല്ലാരും കൂടി ചെന്നാ കാണാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. അതുമാത്രമല്ല, അഥവാ പറ്റിയാലും എല്ലാവരെയും കൂടി കണ്ട് വിജയ്ക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവണ്ട. ഞാൻ സൗകര്യം പോലെ പിന്നെ പോയി കണ്ടോളാം. ഇതിപ്പോ ഞാൻ പോയാലും വിപിയെ കാണാൻ പറ്റില്ല. പേഷ്യൻസിന് ഇഷ്ടമില്ലാത്തവരെ ഒരു കാരണവശാലും അവിടേക്ക് കൊണ്ടു ചെല്ലരുതെന്ന് പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു. നാളെ ആതിര വിജയെ കാണുന്ന സമയം അപ്പു ഗീതയുമായി ഒന്ന് തുറന്ന് സംസാരിക്കാൻ നോക്ക്. എന്താ ആന്റി? ഗീതയുടെ മനസ്സിൽ എന്തോ സങ്കടമുണ്ട്. ഇന്നലെ രാത്രി വിളിച്ച് സംസാരിച്ചപ്പോഴും എനിക്ക് അങ്ങനെയാ തോന്നിയത്. എന്തോ ഒന്ന് കാര്യമായിട്ട് അലട്ടുന്നുണ്ട് ഗീതയെ. അത് വിപിയുടെ കാര്യം തന്നെയായിരിക്കും ആന്റി. അമ്മ കാരണമാണ് വിപിക്ക് ഈ അവസ്ഥ വന്നതെന്നാ അമ്മയുടെ വിചാരം. മാഡം, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഞങ്ങളൊരു കാര്യം അറിയാൻ വന്നതാ അപ്പു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാൻ വന്നതാ. ആരാ അപ്പു ഇത്? ആന്റി, ഇത് ദക്ഷ മാഡം. ഇത് അഗ്നി ചേച്ചി. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്തുന്നവരാ. ഇത് ഡെയ്സി ആന്റി. ഇത് അതിന് ഞങ്ങൾക്കറിയാം. വരൂ, അകത്തേക്കിരിക്കാം. വേണ്ട മാഡം, ഞങ്ങൾ അപ്പുവിനോടൊരു കാര്യം അന്വേഷിക്കാൻ വന്നതാ. അത് കഴിഞ്ഞ ഉടനെ പോവും. അല്പം ധൃതിയുണ്ട്. ശരി, ആയിക്കോട്ടെ. അപ്പു ഒന്ന് വന്നേ. ആതിരം വരൂ. കഴിഞ്ഞ ദിവസം റോഡിൽ വെച്ച് നിങ്ങളെ രണ്ടുപേരെയും ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചോ? മടിക്കണ്ട. എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ധൈര്യമായി നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം. അല്ല, ഇക്കാര്യം നിങ്ങളെങ്ങനെ അറിഞ്ഞു? അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആർക്കെങ്കിലും എതിരെ ഏതെങ്കിലും ഒരുത്തൻ ഒരു ചെറു വിരൽ അനക്കിയാൽ പോലും ഞങ്ങളതറിയും. എന്നുവെച്ച് അത് മാത്രമേ ഞങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ പെടൂ എന്നല്ല. എന്നാലും ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് മേലുണ്ടാകുന്ന വെർബൽ അബ്യൂസും ശാരീരിക ആക്രമണങ്ങളും പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം.
അതിനുവേണ്ടി സിറ്റിയിലെ പല ഭാഗങ്ങളിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ഇത്തരം സംഭവങ്ങൾ നിരീക്ഷിക്കാറുണ്ട്. അവര് പറഞ്ഞിട്ടാ രാവിലെ ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞത്. അപ്പുവിനെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് നല്ല പരിചയമാണല്ലോ. ഇവിടെ വന്നപ്പോഴാ കൂടെയുള്ളത് ആതിരയാണെന്ന് മനസ്സിലായത്. എന്തായിരുന്നു അപ്പു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇന്നലെ അവിടെ വെച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളത് സത്യം. പക്ഷെ ഈ പറഞ്ഞതുപോലെ അയാൾ ഞങ്ങളെ വലുതായിട്ട് ഉപദ്രവിച്ചൊന്നുമില്ല. ഉപദ്രവം വലുതായാലും ചെറുതായാലും വാക്കുകൊണ്ടായാലും അതിനങ്ങനെ നിസ്സാരമായി കാണാൻ പറ്റില്ലപ്പോ. ഇവനൊക്കെ നമ്മളെ കാണുമ്പോ മാത്രം എന്താ ഇത്ര ചൊറിച്ചില്? അപ്പൊരു പരിചയമുള്ള ആരെങ്കിലും ആയിരുന്നോ? ആളെ എനിക്കറിയാം. എൻ്റെ കോളേജ് മേറ്റ് അവൻ. ആഹാ, അപ്പൊ പിന്നെ സംഗതി എളുപ്പമായി. അതെ, അപ്പോൾ അവൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം. രണ്ടുപേരും പേപ്പറിലൊന്ന് സൈൻ ചെയ്ത് തന്നാൽ മതി. പരാതിയൊക്കെ ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തോളാം. അവൻ്റെ പേരിൽ ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാം. ദക്ഷ മാഡം, പറയുന്നതുകൊണ്ട് വിരോധം തോന്നരുത്. ഇതൊരു കേസാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതെന്താ? അപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയോട് സഹകരിക്കില്ലെന്നാണോ? ഒരിക്കലും അല്ല മാഡം. നിങ്ങളെപ്പോലെ ഇത്രയും ആത്മാർത്ഥമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോട് എനിക്ക് അങ്ങേയറ്റം ബഹുമാനം മാത്രമേ ഉള്ളൂ. കേസ് കൊടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ്. എൻ്റെ സർജറി അടുത്ത് തന്നെ ഫിക്സ് ചെയ്തിരിക്കുക. അതുമാത്രമല്ല, മറ്റു കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസും ഉണ്ട്. അതിനിടയിൽ കേസിൻ്റെ കാര്യമായിട്ട് ഓടി നടക്കാൻ തീരെ പറ്റില്ല. അപ്പൂന് പറ്റില്ലെങ്കിൽ ആതിരയുടെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്താലും മതിയല്ലോ. ക്ഷമിക്കണം മാഡം, ആതിരയ്ക്കും അതിൽ താല്പര്യമില്ല. ഇന്നലെ അവിടെ നിന്ന് ഞങ്ങളെ നന്ദൻ സാറെ കൂട്ടിക്കൊണ്ടുവന്നത്. സാറും ഇത് കേസാക്കാൻ തന്നെ തീരുമാനിച്ചതാ. ഞങ്ങൾ വേണ്ടെന്ന് നിർബന്ധിച്ചതുകൊണ്ടാണ് സാർ പിന്മാറിയത്. നിങ്ങളെപ്പോലുള്ളവരാ ഇതുപോലുള്ള ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഒരിക്കലും അല്ല മാഡം. അവനെ ഇന്നലെ വെറുതെ വിട്ടത് ആ സീൻ വെറുതെ ഞങ്ങളായിട്ട് വഷളാക്കണ്ടെന്ന് വിചാരിച്ചു തന്നെയാണ്. പിന്നെ എന്ത് കാര്യത്തിന് ഇങ്ങനെ പരാതിക്കാരായി മാറുമ്പോൾ സ്വയം ചെറുതായി പോകുന്ന പോലൊരു ഫീലിംഗ് ഉണ്ട്. പിന്നെന്താ, ഇതുപോലുള്ളവരെ കയ്യാങ്കളി കൊണ്ട് നേരിടണമെന്നാണോ അപ്പോൾ പറയുന്നത്? നിയമം കയ്യിലെടുത്ത് പ്രതികരിച്ചാൽ പിന്നെ നമ്മൾ അവരും തമ്മിൽ എന്താ വ്യത്യാസം അപ്പൂ? നിയമം കയ്യിലെടുത്ത് പ്രതികരിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല മാഡം. പക്ഷെ പരസ്യമായിട്ട് അപമാനിക്കുന്നവരെ പരസ്യമായിട്ട് തന്നെ താക്കീത് ചെയ്യണമെന്നാ എൻ്റെ പക്ഷം. അപ്പോൾ അത് മറ്റുള്ളവർക്കൊരു മുന്നറിയിപ്പായിരിക്കുകയും ചെയ്യും. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? മാഡത്തിന്റെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇന്നലെ നടന്ന ആ പ്രശ്നത്തിന് ഞാനായിട്ട് തന്നെ ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാം. എന്താ അപ്പൂൻ്റെ പ്ലാൻ? അത് ഞാൻ വിശദമായിട്ട് പറയാം. ആദ്യം മാഡത്തിന്റെ പിന്തുണ ഉണ്ടോ ഇല്ലയോ എന്നാ എനിക്കറിയേണ്ടത്. ഞങ്ങളുടെ 100% സപ്പോർട്ടും അപ്പൂന് ഞങ്ങൾ ഓഫർ ചെയ്യുന്നു. ധൈര്യമായിട്ട് അപ്പു പ്ലാൻ ചെയ്തോളൂ. ശരി, അപ്പോൾ നമുക്ക് ഉടനെ കാണാം. ഓക്കെ, ബൈ. അപ്പു എന്ത് ചെയ്യാൻ പോകുന്നു? പറയാം. ആദ്യം പാക്കറിനെ ഒന്ന് ഞാൻ വിളിക്കട്ടെ. വാ. ഹലോ അപ്പു. അരുൺ, താനിപ്പോ എവിടെയുണ്ട്? ആ, ഞാനിപ്പോ ഔട്ട് ഓഫ് സ്റ്റേഷനാ അപ്പു. ഔട്ട് ഓഫ് സ്റ്റേഷൻ എന്ന് പറയുമ്പോ ആ സ്ഥലത്തിന് പേരില്ലേ? ഞാൻ കൊച്ചിയിലാ അപ്പു. ഇവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. അല്ല, എന്താ അപ്പു വിളിച്ചത്? അത് പറയാം. കൊച്ചിന്ന് താൻ എപ്പോ ഇവിടെ ലാൻഡ് ചെയ്യും? അത് ഇപ്പൊ പറയാൻ പറ്റില്ല അപ്പു. ചിലപ്പോ 2-3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നേക്കാം. അല്ല, എന്താ കാര്യമെന്ന് പറയാ അപ്പു? ശരി, താൻ കൊച്ചിയിൽ വിരുന്ന് പാർത്ത് സൗകര്യം പോലെ തിരിച്ചു വന്നാ മതി. തന്റെ ഫ്രണ്ടില്ലേ സാംകുട്ടി, അവനിപ്പോ എവിടെയുണ്ട്?